ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 400 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ദോശ പരത്താൻ കഴിയുള്ളൂ. അതിനുശേഷം ഒരു സവാള, ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, കുറച്ച് കൊത്തമല്ലി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതേപോലെ പച്ചക്കറികൾ മാവിൻ്റെ എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ചും കൂടി വെള്ളത്തിന് ആവശ്യമുണ്ട്, നമ്മൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കണ്ടോതാ, ഇതേപോലെ ആയിരിക്കണം മാവ്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്കിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 2-3 തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പരത്തണം. നമ്മൾ വെജിറ്റബിൾസ് ഇട്ടില്ലേ, അത് ചെറുതായി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ പരത്താൻ കഴിയില്ല. അപ്പോൾ നല്ലോണം അടിഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിതവിടെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ദോശകൾ നമുക്ക് ഇതേപോലെ മൊത്തത്തിലൊന്ന് ചുട്ടെടുക്കാം. എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ അടിപൊളി ദോശയാണ്. ഇതിന് കറിയൊന്നും വേണമെന്നില്ല, കഴിക്കാൻ കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെയും കഴിക്കാം. അല്ല കറി ഉണ്ടെങ്കിൽ അത്